അന്യായം കാണിച്ചിട്ട് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് പോലീസിൽ പരാതി നൽകി കേസെടുപ്പിക്കുമെന്ന് KCB ജീവനക്കാരുടെ ഭീഷണി. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെ. പത്തനംതിട്ട റാന്നി ചെത്തോങ്കരയിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു കോൺക്രീറ്റ് റോഡാണിത്. റോഡ് കോൺക്രീറ്റ് ചെയ്ത് മണിക്കൂറുകളാകുന്നതേയുള്ളൂ. ഇരുചക്രവാഹനത്തിലെത്തിയ 2 KCB ജീവനക്കാർ ഉറയ്ക്കാത്ത കോൺക്രീറ്റിലൂടെ കൂളായി ബൈക്ക് ഓടിച്ച് നീങ്ങി. സഞ്ചരിക്കുന്ന ഭാഗം 1 അടിയിലധികം താഴ്ത്തിക്കൊണ്ടാണ് ബൈക്ക് മുന്നോട്ട് പോയത്. നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തു. ിലെ മഹാപ്രളയത്തിൽ ഈ റോഡ് നശിച്ചിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് പുനർനിർമ്മിച്ചത്. വളരെയധികം നിരാശയായി പോയി. വളരെ കാലത്തെ ഞങ്ങളുടെ ഒരു ആശ്വാസം എന്ന രീതിയിൽ റോഡൊന്ന് ശരിയാക്കി തന്ന്, ഇതിനിടയ്ക്ക് പലതവണ ഓരോരോ ചെറിയ വർക്കുകൾ ചെയ്ത് ഇങ്ങനെ നിന്ന് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് ഈ സമയത്താണ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സങ്കടവും ദുഃഖകരമായി പോയിട്ടുണ്ട്. വീല് കറക്റ്റായിട്ട് ഇറങ്ങി അങ്ങ് ചെന്ന് ആ ബൈക്കിൻ്റെ കംപ്ലീറ്റ് വീല് അതേൽ സിമെൻ്റ് ഉണ്ട് കാണാനായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായി പോയി. അപ്പം ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളുടെ മെമ്പറുണ്ടായിരുന്നു, ഇവിടുത്തെ സകല നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന്. നാട്ടുകാരുടെ അതിയായിട്ടുള്ള സങ്കടം എന്നാന്ന് ചോദിച്ചാൽ, ഇത് ദീർഘനാളുകളായിട്ട് ഈ റോഡ് പണി തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയൊരു കാര്യം വന്നത് വളരെ സങ്കടകരമായുള്ള അവസ്ഥയാണ്. അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിച്ച് അത് അവരെ പണിഷ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം അവിടെ നിന്ന് ഈടാക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യണം. കോൺക്രീറ്റ് സെറ്റ് ആകും വരെ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ മുന്നറിയിപ്പ് ബോർഡ് കൂടാതെ ഒരു ലോറിയും റോഡിന് കുറുകെ ഇട്ടിരുന്നു. 2 സൈഡിലും റോഡ് ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അവർ വരുന്നവർക്ക് KCBക്കാർ കണ്ടതാണ് ആ ബോർഡ്. അത് കൂട്ടാക്കാതെ അവരത് എടുത്ത് മാറ്റിയിട്ടാണ് അതിൽ കടന്നു പോകുന്നത്. പലരും അവിടെ വെച്ച് അവരെ സ്റ്റോപ്പ് ചെയ്തതാണ്. അതിലെ പോകരുത്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂട്ടാക്കാതെ അവർ മുന്നോട്ട് വരികയും ഈ അനിഷ്ട സംഭവം ഉണ്ടാകുകയും ചെയ്തു. ആദ്യം തന്നെ അവർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു, പക്ഷേ അത് കൂട്ടാക്കാതെ അവർ മുന്നോട്ട് വരികയായിരുന്നു. അവിടെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് താണതേ ഉള്ളായിരുന്നു, അവർക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ അത് കണക്കാക്കാതെ അവർ മുന്നോട്ട് വന്ന് ഇത്രയും ഇത് നശിപ്പിച്ചു ഈ റോഡ്. സംഭവത്തിൽ വാർഡംഗവും നാട്ടുകാരും പോലീസിൽ പരാതി നൽകി. പോലീസ് കേസ് നൽകിയിട്ടുണ്ട്. അവർ വ്യാഴാഴ്ച കോൺട്രാക്ടർ വരും, റിബിൽ കേരളയുടെ AE വരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ നഷ്ടപരിഹാരം അവരെത്ര തീരുമാനിക്കുന്നു അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റോഡ് KCB തന്നെ പുനർനിർമ്മിച്ച് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്റ്റജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.